നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിനെ ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിന് ഇഷ്ടപ്പെടുന്നോ അത് നമുക്ക് എന്നെങ്കിലും നമുക്ക് കിട്ടും. ഏതെങ്കിലും വഴിക്ക് എപ്പോഴെങ്കിലും നമുക്ക് അതിനൊരു ചാൻസ് എങ്കിലും കിട്ടാണ്ടിരിക്കില്ല. ബൈ ദ വേ, ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. അതായത് ഞാനൊരു സാരിയാണ് ഉടുക്കാൻ പോകുന്നത്. ഇതെൻ്റെ അമ്മയുടെ നല്ല അടിപൊളി കോട്ടൺ സാരിയാണ്. എനിക്ക് അത്രയും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എന്താ സംഭവം? ആദ്യം പറഞ്ഞു ഒരു ആഗ്രഹത്തിനെ കുറിച്ച്, പിന്നെ ഒരു ഔട്ട്ഫിറ്റിനെ കുറിച്ച്. ഈ ആഗ്രഹവും ഈ ഔട്ട്ഫിറ്റും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിന് നല്ലൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. അതിനു മുന്നേ ഈ കുപ്പിവിളകളൊക്കെ ഇട്ട് ഔട്ട്ഫിറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആക്ച്വലി ഞാൻ ആദ്യം എടുത്ത ബാങ്കിൾ എൻ്റെ ബാങ്കിൾ സൈസ് അല്ല. പിന്നെ ഈ കരിവളൊക്കെ ഇട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ആൻഡ് ഇത് ഭയങ്കര മാച്ചിങ് ആയിരുന്നു കേട്ടോ. എൻ്റെ കൂടെ തന്നെ ഒരു ഭാഗത്ത് എൻ്റെ സിസ്റ്ററും കൂടെ ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു കോവിലകത്തേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഒരു കോവിലകൊക്കെ നേരിട്ട് കാണാൻ പോകുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതൊക്കെ. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളൊരു ഒരു കോട്ടൺ സാരിയാണെന്ന് എനിക്ക് എപ്പോഴോ എൻ്റെ മനസ്സിൽ അങ്ങനെ കയറിപ്പോയി. അങ്ങനെയാണ് ഈ ഒരു കോട്ടൺ സാരിയിലോട്ടേക്ക് എത്തുന്നതും ഇങ്ങനൊരു ഔട്ട്ഫിറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. മോർണിംഗ് ഒരു 8 o'clock ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് മലപ്പുറത്തുള്ള മഞ്ചേരിയിലോട്ടാണ് ആദ്യം ബസ് കയറിയത്. ബസ്സിലൊക്കെ പോയപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ട് കംപ്ലീറ്റ് മുടിയൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവാം. അങ്ങനെ മഞ്ചേരി സ്റ്റാൻഡിലെത്തി. തൊട്ടടുത്ത് തന്നെ പെരിന്തൽമണ്ണ ബസ് ഉണ്ടായിരുന്നു. ഇനി അതിലാണ് യാത്ര ഉണ്ടായിരുന്നത്. ബസ് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആ ഒരു ബോറിംഗ് ടൈം ഒന്നും ഉണ്ടായില്ല. ഇത്ര മോർണിംഗിൽ ഒരു ബസ് യാത്ര എന്തൊരു രസമാണല്ലേ എന്ന് ഞാൻ എൻ്റെ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ അവൾ പറയാണ്, സീറ്റ് കിട്ടിയാൽ മാത്രമേ ആ ഒരു രസമുള്ളൂ. സംഭവം ഒരു തഗ് റിയാലിറ്റി അവൾ പറഞ്ഞതാണ്, അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ സ്പോട്ടിലെത്തി. ഒരു ഓട്ടോ പിടിച്ച് കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ, അതായത് 1000 നാഴി കോവിലകം എന്നാണ് ഈ കോവിലകത്തിൻ്റെ പേര്. ഞാൻ ഈ സിനിമയിലൊക്കെ കോവിലകം കോവിലകം എന്ന് കേൾക്കാറുള്ളതും കാണാറുള്ളതൊക്കെ ഇപ്പം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. ആൻഡ് അതിൻ്റെ ഇടയിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു തടസ്സങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ഇന്ന് ഈ ഒരു കോവിലകത്തേക്ക് വന്നത് എനിക്കൊരു വർക്ക്ഷോപ്പ് കിട്ടിയിട്ടാണ്. അതായത് വർക്ക്ഷോപ്പ് എൻ്റെ ലൈഫിൽ ഞാൻ അറ്റൻഡ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ആ ഒരു വർക്ക്ഷോപ്പ് ഇപ്പം ഞാനാണ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ട ആളാണ് എനിക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാക്കി തന്നത്. ആൻഡ് താങ്ക് യു യദുമാഷ്. യദുമാഷ് എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. യദുകൃഷ്ണൻ എന്നാണ് പേര്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ കോവിലകം കംപ്ലീറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ കംപ്ലീറ്റ് ഒരു ആൻറ്റിക് അറ്റ്മോസ്ഫിയർ ആണ്. അത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ തന്നെ എൻ്റെ അമ്മോ എന്താ ഇത് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നടുമുറ്റം. നടുമുറ്റം എന്നൊക്കെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ കാണുകയാണ് ഞാൻ റിയാലിറ്റിയിൽ. ഇതെങ്ങനെയാണ് ഇങ്ങനൊരു എന്താ പറയുക, ഈ ഒരു എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഈ താഴെ കാണുന്ന ഈ തറയുണ്ടല്ലോ, ഇത് ശുഭകാര്യങ്ങൾക്ക്, അതായത് കല്യാണം പോലുള്ള ശുഭകാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നടുമുറ്റും അതിനൊരു തറയൊക്കെ വെച്ചിട്ടുള്ളത്. എനിക്കറിയില്ലായിരുന്നു. അതായത് രണ്ട് നടുമുറ്റമുള്ള കോവിലൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. ഈ ഒരു കോവിലകം 16 കെട്ടാണെന്നുള്ളത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും 16 മുറികളാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതിൽ തന്നെ പല മുറികളും അടച്ചിട്ടേക്കുമായിരുന്നു. 1 or 2 അങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തുറന്ന് കാണുകയും ചെയ്തു. ഫുൾ എക്സൈറ്റ്മെൻ്റ് അല്ലേ. മണിച്ചിത്രത്താഴിൽ നമ്മൾ ശോഭനയൊക്കെ നടക്കുന്ന പോലെ ഇങ്ങനെ എല്ലാ ഒരു കാഴ്ച ബംഗ്ലാവ് പോലെയായിരുന്നു ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ ഒരു മുറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മിററിൽ ഇങ്ങനത്തെ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സൺലൈറ്റ് ഒക്കെ അടിച്ചപ്പോൾ ഭയങ്കര ഭംഗിയിട്ടത്. നേരിട്ട് കാണാനാണ് ഏറ്റവും ഭംഗി ഉണ്ടായിരുന്നത്. ഈ ഒരു ഫ്രെയിമിൻ്റെ പഴക്കം എത്രത്തോളം ഉണ്ടെന്ന് ആ ഇയർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അന്ന് എൻ്റെ അച്ഛൻ പോലും ജനിച്ചിട്ടില്ല. അത്രയും മുന്നത്തെ ഫറൂഖ് കോളേജിലെ ഒരു പിക്കായിരുന്നു അത്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെ എല്ലാ കാഴ്ചകളും കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ ഇറങ്ങി. അവിടെയാണ് പത്തായപ്പുര ഉള്ളത്. ഈ പത്തായപ്പുര ഇല്ലാത്ത ഒരു കോവിലകവും ഇല്ലല്ലോ. പിന്നെ നേരെ പോയത് കിച്ചൺ ഏരിയയിലോട്ടാണ്. ഈ കിച്ചൺ ഏരിയയിൽ അത്ര വലിയ ക്വാണ്ടിറ്റി ഉള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അന്നത്തെ കൂട്ടുകുടുംബമാണല്ലോ അന്നത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മാത്രം ഈ ഒരു കിച്ചണിൽ ഉണ്ടാക്കും. അതല്ലാണ്ട് പുറത്തുള്ള ആളുകളും എങ്ങനെ എല്ലാവർക്കും കൂടി ഉണ്ടാക്കുന്ന വേറെ തന്നെ ഒരു ഏരിയ ഉണ്ട്. അതിനൊരു പേര് യദുമാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ നടുമുറ്റം. ഇവിടെയാണ് മരണം പോലുള്ള അശുഭകാര്യങ്ങളുടെ ചടങ്ങുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന സ്ഥലം. ഇപ്പോൾ കോവിലകത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടു. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ തന്നെ ഔട്ട് ഹൗസ് ഉള്ളത്. ഇത് കോവിലകത്തിന് അത്ര ഏരിയ ഒന്നും ഉണ്ടാവില്ല, എന്നാലും നല്ല അടിപൊളി ഏരിയ തന്നെ ഉള്ള ഒരു
വീട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ മുറികളൊക്കെ ഫുൾ ഫങ്ഷനിങ് ആണ്. ആരെങ്കിലും ഇപ്പോൾ കോവിലകത്ത് നിന്ന് ആളുകൾ വരികയാണെങ്കിൽ ഇവിടെയാണ് സ്റ്റേ ചെയ്യാറുള്ളതൊക്കെ. കോവിലകം മെയിൻ്റെനൻസ് കുറവ് കാരണം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ദെൻ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മങ്കട കോവിലകത്തോട്ടാണ്. അവിടെയാണ് ശരിക്കും ഫങ്ഷൻ നടക്കുന്നത്. അതായത് ഇവരുടെ എല്ലാവരുടെയും ഫാമിലി 3 വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി നടക്കാറുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഈ 3 കോവിലകത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നടക്കുന്നത് മങ്കട കോവിലകത്താണ്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ച് കുട്ടികളടക്കം, കുട്ടികൾ മുതൽ കുറച്ച് മുതിർന്നവർ വരെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ചെറിയൊരു മാക്രമേ വർക്ക്ഷോപ്പ്. അവിടെ എത്തിയതിന് ശേഷം പിന്നെ വർക്ക്ഷോപ്പിൻ്റെ പ്രിപ്പറേഷൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മാക്രമേ മെത്തേഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള കീ ചെയിൻസിൽ കോർത്തിട്ടു. അങ്ങനെ ആകുമ്പോൾ അവർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഫോർമലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ മിനിമൽ ആയിട്ടുള്ള നോട്ടുകൾ വെച്ചിട്ട് പെട്ടെന്നൊരു പ്രോഡക്റ്റ്, അതായത് ഒരു കീ ചെയിനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ കഴിഞ്ഞ ഷോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതും. കംപ്ലീറ്റ് ഫോർമൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറും കൂടി ആയപ്പോൾ അത് ജസ്റ്റ് ഒരു വൈബായിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർക്കും അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ഏറ്റവും ഞാൻ വണ്ടർ അടിച്ച് പോയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ കുട്ടികളടക്കം വലിയവർ വരെ കംപ്ലീറ്റ് പ്രോഡക്റ്റ് അവർ തന്നെ ചെയ്ത് തീർത്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നവർക്ക് മനസ്സിലായല്ലോ എന്നുള്ളൊരു വലിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആ ഫാമിലിയിൽ തന്നെ ഇതുപോലുള്ള മാക്രമേ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അതിഥി ചേച്ചി എന്നാണ് പേര്. അപ്പോൾ ചേച്ചി നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരു കാരണം കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ പലർക്കും പല രീതിയിലുള്ള കാലിബർ ആയിരിക്കും. ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതേ കാര്യം തന്നെ 2-3 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട് ക്യാച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് വളരെ വളരെ ബെറ്ററാണ്. ഇപ്പോൾ ഇരിക്കുന്ന ഈ ഭാഗത്ത് നിന്നും ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നടുമുറ്റത്തേക്ക് മാറി. അവിടെ എത്തിയപ്പോൾ ഒന്നും കൂടി സിമ്പിളായിരുന്നു. എല്ലാവരുടെ ആക്സസ് ചെയ്യാനും അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും. മാത്രമല്ല ഇപ്പോൾ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ ഒഴികെ ഇങ്ങോട്ട് മാറിയപ്പോൾ വേറെ 2-3 പേര് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ പഠിപ്പിച്ച് കൊടുത്ത ടീമിലെ 2 ബോയ്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഈ ഫാമിലി ഫംഗ്ഷനിൽ മാക്രമേ വർക്ക്ഷോപ്പ് മാത്രമല്ല കുട്ടികൾക്കുള്ള പെയിൻറ്റിങ് കോമ്പറ്റീഷൻസും പെയിൻറ്റിങ്ങിൻ്റെ തന്നെ എക്സിബിഷനും പിന്നെ പുറത്ത് വേറെ എക്സിബിഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കാണുന്നത്. ഫൈനലി ലഞ്ച് കഴിക്കാനായപ്പോഴേക്കും നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് മനസ്സും വയറും നിറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയാനാണെങ്കിൽ എപ്പോഴും നമ്മളൊരു കാര്യത്തിന് നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് ഏതെങ്കിലും വഴിക്ക് നമുക്ക് കിട്ടാണ്ടിരിക്കില്ല. എന്നെങ്കിലും നമുക്കത് കിട്ടുകയും ചെയ്യും. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ലൈഫ് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ബൈ.